രാത്രി ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവള് ബർത്ത്ഡേന്റെ കാര്യം പറഞ്ഞു. എന്നാ പിന്നെ ഒരു കേക്കാണ് കട്ടാക്കി അയച്ചു. ഓള് പ്രത്യേകം പറഞ്ഞു ഓളെ വയസ്സാരും ചോദിക്കാൻ പാടില്ലാണുള്ളത്. നമ്മളാരും ചോദിക്കാനും പോയിട്ടില്ല. കേക്ക് കട്ടി കഴിഞ്ഞിട്ട് കഷ്ണം കേക്കും കഴിച്ചുകൊണ്ട് ഷോപ്പും ക്ലോസ് ആക്കി നമ്മൾ നേരെ പുറത്തിറങ്ങി. നമ്മളെ ഫുജേറിൽ ഇപ്പൊ ഏറെക്കുറെ നല്ല അടിപൊളി കാലാവസ്ഥ. ഡ്യൂട്ടി കഴിഞ്ഞാണ് ചെക്കന്മാരൊപ്പം ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുക. അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ നടന്നെത്തിയത് ഫുജേറിലെ സ്റ്റേഡിയത്തിന്റെ ഈ ഭാഗത്ത് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല നൈറ്റ് വൈബ് ഉള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേക വിശപ്പാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയിട്ട് നൈസായിട്ട് ഫുഡ് ചാമ്പിയിട്ടാണ് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ അപ്സല് ഒരു സ്കൂട്ടർ എടുത്തിട്ട് ഒരു പോക്കണ് പോയിട്ടുണ്ട്. എങ്ങട്ടാ പോയിരുന്നു പടച്ചോൻക്കറിയാം. പോയിനെങ്ങാട്ടി സ്പീഡിൽ തിരിച്ചു വരുന്നും കണ്ടു. എന്തോ സംഭവം ഉണ്ട്, എന്താണാവോ. ഫുഡ് കഴിച്ചിട്ട് വള്ളന്റെ ഒരു ഭാഗത്തേക്ക് ആയില്ലാറാണ് നജീബിന്റെ പള്ളം പൊഞ്ഞാണ്ട് ഈ ഷോപ്പിനുള്ളിൽ കയറിക്കണു. എന്തിനാ കയറിയ ഒരു പിടുത്തില്ല. എന്തായാലും ഞാൻ ഒപ്പം കയറി നോക്കി. ഇതിനുള്ളിൽ കുറെ സംഭവം ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ നിന്നോട് ചോദിക്കരുത്, എന്താന്ന് എനിക്കറിയില്ല. പേരറിയാത്ത ഈ മുതല് നജീബ് എങ്ങനെ ഓർഡർ ആക്കി എന്നുള്ളത് പടച്ചോൻക്കറിയാം. എന്തായാലും ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ കഴിച്ചു നോക്കി. നല്ല അടിപൊളി മുതലേന് കേട്ടോ, ഒരു രക്ഷയില്ലേനു. ഈ മുതലിന്റെ ടേസ്റ്റ് എത്ര ഉണ്ടെന്നുള്ളത് ഈ ചെക്കന്റെ തീറ്റ കണ്ടൊക്കെ മനസ്സിലാവും. അവസാനം സ്പൂണും പാത്രവും ബാക്കിയായി കിട്ടി. അള്ള കാത്തു. അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഞമ്മക്കൊരു ലൈക്കും കമന്റും തരിട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.